MDMA എന്ന് പറഞ്ഞ സാധനം ശരിക്കും കേട്ടിട്ടുണ്ടോ? ശരിക്കും MDMA എന്താ? MDMA ആണ് അല്ലേ? MDMA എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 1910 ജർമ്മനി എന്ന് പറയുന്ന ഒരു വികസിത രാജ്യം കണ്ടുപിടിച്ച മനുഷ്യന്റെ ശരീരത്തിൽ രക്തത്തിന് ഒഴുക്കിനെ നിർത്താൻ വേണ്ടി, വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രലോകം ജർമ്മനി കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മരുന്നായിരുന്നു ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ ഈ ഡോസുള്ള ഈ നല്ല സദുദ്ദേശ മരുന്ന്. അന്നത് മരുന്നായിരുന്നു, നല്ല ഡ്രഗായിരുന്നു. എന്നാൽ 1910 ഈ സാധനം ജർമ്മനി കണ്ടുപിടിച്ചു. 1940-50കളിൽ യൂറോപ്യൻ കൺട്രികൾ മുഴുവനും, ചെക്കോസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളെല്ലാം ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തു. നോക്കണം, വേറൊരു ആംബിറ്റേഷൻ കൂടെ ആഡ് ചെയ്തതിനകത്ത്. ആഡ് ചെയ്തപ്പോൾ ഈ 16 തന്മാത്രകൾ ഒന്ന് വികസിപ്പിച്ച് 32, 30, 40 എത്തിച്ച് അതിന്റെ പേര് മാറ്റി, MDMA എന്ന പേര് മാറ്റി എക്ടസി, മാൻഡി, ക്ലാര, കല്ല്, ഗ്ലോബർ, വൈറ്റ് സോൾസർ, ടെൻസ്, സ്പീഡ്, വോൾവർ എന്ന് പറയുന്ന 16 പേരുകൾ ഈ സാധനം അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ 1910 ജർമ്മനി കണ്ടുപിടിച്ച ഈ സാധനം കറങ്ങിത്തിരിഞ്ഞ് യൂറോപ്യൻ നാട് വഴിയെല്ലാം നിന്ന് അവസാനം ഒടുവിൽ ഈ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ന് വന്നു. 1913 കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് തൃശ്ശൂര്, പിന്നെ അങ്ങ് ആലപ്പുഴ ജില്ല, 3-ാം സ്ഥാനം കാസർഗോഡ്, 4 കോഴിക്കോട്, 5 മലപ്പുറം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ക്വാണ്ടിറ്റി അങ്ങനെ കൂടി. 1-2 പേര് അവിടുന്ന് വരുമ്പോൾ അവർ ഉപയോഗം കണ്ടു, അവരുടെ വയലൻസ് കണ്ടു, അവരുടെ വിഡ്രോൾ സിംറ്റംസ് കണ്ടു. അവരെ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാകുന്ന കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് അഡിക്റ്റഡ് ആണ്, കിട്ടാതെ വന്നപ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ്, നാട്ടിൽ നിന്നും കിട്ടാനില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിലാണ് എന്ത് വന്നത്? ഈ സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം മുക്കിന് മൂലയിലെല്ലാം ഈ സാധനം കിട്ടാൻ തുടങ്ങി. ഒരു സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ വേണ്ടാന്ന് പറയും. കാര്യം സിഗരറ്റിന് തീയുണ്ട്, പുകയുണ്ട്, ചാരമുണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ദൂരെ ഒരാൾക്ക് കാണാൻ പറ്റും, പുകയുണ്ടാവും, അടുത്ത് വന്ന സ്മെല്ലുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ 10 വർഷം വലിക്കുന്ന ആളുടെ വായം തുറന്ന പല്ലിനടിയൊക്കെ കറയുണ്ടാവും. മദ്യപിക്കുന്ന ആൾ മദ്യപിക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം മാനുവലായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേണ്ടാന്ന് പറയും. ഇല്ല കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആടുമൊക്കെ ചെയ്യും, അങ്ങനെ ചോദിക്കും ഇല്ലേ, അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഞാൻ 1 മണിക്കൂർ ഉള്ളതുകൊണ്ട് ആ സ്പീഡ് കൂട്ടുന്ന കേട്ടോ. 3 മണിക്കൂർ എനിക്ക് വേണം, എന്നാൽ ചിരിയും കളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സ്പീഡ് കൂട്ടണേ. അപ്പൊ ഈ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ വേണ്ടാന്ന് പറയും. പക്ഷെ ഈ സാധനം വേണ്ടാന്ന് പറയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് വേണോ ചോദിച്ചിട്ടല്ല തരുന്നേ. ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ല തരുന്നേ. കാര്യം എന്താ? നീ നല്ല ബോധമുള്ളവനാ. കാര്യം എന്താ വെച്ചാൽ നിനക്കറിയാം, PSCക്കൊക്കെ ചോദിക്കാൻ ചോദ്യം കൂടിയാണ് MDMA കുറിച്ച്. എന്ത്? വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് കില്ലർ ഡ്രഗ്സ്? എന്താ കില്ലർ ഡ്രഗ്സ് കാറ്റഗറി? കേട്ടോണം. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം നിരന്തരമായി ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി. അപ്പൊ ഹൗ മെനി ടൈപ്സ് ഓഫ് ദ കില്ലർ കാറ്റഗറീസ്? കില്ലർ കാറ്റഗറീസ് എത്ര ടൈപ്സ് കാറ്റഗറീസ് ഉണ്ടാവും അതിനകത്തെന്ന് അറിയാമോ? 18-ൽ പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ കാറ്റഗറിയിലുണ്ട്. പെത്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്കോയിൽ, നിറ്റോക്സ്, അങ്ങനെ MDMA അടങ്ങുന്ന 18-ൽ പരം കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി വരുന്നത്. ഒരു തവണ പോലും അത് പരീക്ഷ നടത്താൻ പാടില്ല എന്ന് പറയണേ. ഒരു തവണ പോലും ആദ്യ ഡോസ് എടുത്ത് ഒരു തവണ പോലും പരീക്ഷ. മക്കൾ ഇവിടെ നോക്ക്, ഇവിടെ ബോയ്സ് എല്ലാം തല പൊക്കിക്കുക, നേരെ ഇരുന്നേ. എല്ലാം തല നേരെ വെക്കും, തല കുനിയല്ല, നേരെ ഇരിക്കണം. നിങ്ങൾ ഒരാളെ തല ഇങ്ങനെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, ഇങ്ങനെ ആയാൽ. നേരെ ഇങ്ങോട്ട് നോക്കാം, എന്നെ തന്നെ നോക്കാം. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ. അപ്പോ ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഏതാണോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയാണ്. ഇനി പാർട്ടി ഡ്രഗ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് പാർട്ടി ഡ്രഗ്? അതായത് ആഘോഷങ്ങളിൽ, മ്യൂസിക് ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബാംഗ്ലൂരും ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോഴാണ് ഈ സാധനം ഉപയോഗിച്ചു എന്ന് തിരിച്ചറിയണത്. കൂട്ടുകാരെ വേണ്ടി നല്ല DJ പാർട്ടി നടക്കുന്നുണ്ട്, ഡാർക്ക് ഹബ്ബ് ഉണ്ട്. നീ കാണുന്ന ഡാർക്ക് ഹബ്ബ് വൈബാണ് ഇപ്പത്തെ. നീ അറിയില്ല, 2025 ശേഷം ഡാർക്ക് ഹബ്ബുകൾ ഭയങ്കര രസമാണ് ഇല്ലേ? അന്ന് എന്താടി, നീ വന്ന് കണ്ടോക്ക്, രസല്ലേ? അപ്പൊ അവിടെ പഠിക്കാൻ കുഞ്ഞുങ്ങളൊന്ന് പോകും. അത് ഇരുട്ടിലാണ്. ചില മ്യൂസിക്കുകൾ വരും, ചില ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. അതിനകത്ത് ചില സ്ലോലി മ്യൂസിക്കുകൾ കടന്നു വരും, ചില അൺനെസറി മൂവ്മെന്റുകൾ, ചില വോയിസുകളും ചില ഹൊറർ വോയിസുകളൊക്കെ മിക്സ് ചെയ്യും. അതിനിടെ ജ്യൂസുകൾ ഇങ്ങനെ കൊണ്ട് സെർവ് ചെയ്യും. സെർവ് ചെയ്ത് പോകുമ്പോൾ ഒരു സുഗന്ധത്തിന്റെ പരിമളം ഇങ്ങനെ കടന്നു വരും. അപ്പൊ വല്ലാത്തൊരു വൈബിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിക്കും. അത് ചിലരൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് ചിലവരൊക്കെ ഇങ്ങനെ കുശലമായി വർത്താനം പറയും. ആ വൈബ് ഇങ്ങനെ ഇഷ്ടപ്പെടും. അപ്പൊ കൂട്ടുകാരി കുടിക്കുന്ന ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും, എന്നാ കുടിച്ചോന്ന് പറയും അവളെ മുന്നിൽ തന്നെ. കാര്യം എന്താ, ലൈവിൽ അവളൊരു പെപ്സിയോ സോഡയൊക്കെ പൊട്ടിച്ചകത്ത് ഒഴിക്കുമ്പോൾ
ആ ഗ്ലാസ് കൊടുക്കുന്നവളുടെ വിരല് ഇതിനകത്തേക്കൊന്ന് ഇങ്ങനെ അമർന്നിരിക്കും, ചൂണ്ടുവിരൽ ഇങ്ങനെ അമർന്നിരിക്കും. ഈ ജ്യൂസിനോ പാനീയത്തിലോ കോഫിയിലോ അവളുടെ ചൂണ്ടുവിരൽ അമർത്തി വെച്ചിട്ടാ കൊടുക്കുക ഇങ്ങനെ. ആ ചൂണ്ടുവിരലിനകത്ത് എത്രമാത്രം MDMA ഉണ്ടോ, മെത്തലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ ഉണ്ടോ, അത്ര മാത്രം മതി ഈ ജ്യൂസിൽ ഒരു സെക്കൻഡ് ഇങ്ങനെ അമർന്നിരുന്നാൽ മതി. ഇങ്ങനെ 1 എന്ന് പറയുന്ന സെക്കൻഡ് അമർന്നിരുന്ന കെമിക്കൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആ ജ്യൂസോ ആ സോഡയോ പെപ്സിയോ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കൂട്ടുകാരി നമ്മൾ അറിയാതെ ഒരു സോഡയോ ഒരു പെപ്സിയോ ഒരു ചായയോ പോലും കുടിക്കാത്ത നമ്മൾ ആ മ്യൂസിക്കിലെ ഡാൻസ് കളിക്കുമ്പോൾ ഈ സാധനം വാങ്ങി രസത്തിന് അവളെ തൃപ്തിപ്പെടുത്താൻ വാങ്ങി ഒരു സിപ്പ് എടുത്ത് തിരിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെയാണല്ലോ. ആ കൊടുക്കുന്നതോടുകൂടി മതി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനകത്തേക്ക് ഈ സാധനം വന്നു, നമുക്കൊരു ചേഞ്ച്, ഒരു സ്റ്റിമുലേഷൻ ചേഞ്ച് വന്നു. ആ ചേഞ്ചിന്റെ ആഫ്റ്റർ എഫക്ട് വേദി പറയാൻ പാടില്ല, കുട്ടികളിരിക്കുന്ന വേദി പറയാൻ പാടില്ല. കാരണം നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചോ അതിന്റെ രീതികളെ കുറിച്ചോ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന വേദിയിൽ പ്രതിപാദിക്കപ്പെടാൻ പാടില്ല. സർക്കുലർ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഈ സാധനം ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് 48 hours ആണ് ആഫ്റ്റർ എഫക്ട്. നമ്മൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകും. വല്ലാത്ത പിന്നെ 48 മണിക്കൂർ നമ്മൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ, ജിജ്ഞാസ, ആകുലത, ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ നമുക്ക് തോന്നലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് വിളിക്കും, വെടി നീ ഒന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോകാം, ബാ പ്ലീസ്, എന്ത് രസമാണ് ഇവിടുത്തെ വൈബ്, എനിക്ക് അങ്ങോട്ട് പോകണം, ബാ പ്ലീസ്, എനിക്ക് ആ ജ്യൂസ് കുടിക്കണം, നീ ബാ പോടി പ്ലീസ്. അങ്ങനെ നിരന്തരമായി പോകാൻ തുടങ്ങും. അത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ ഉണ്ടാകും, അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും എത്തും. ആ പറഞ്ഞു വരുന്നത്, ഒറ്റ തവണ നമുക്കറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അവിടുത്തെ ഒരു വൈബാണ്, അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്, അവിടുത്തെ മ്യൂസിക് സിസ്റ്റമാണ്, അവിടുത്തെ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടും സിസ്റ്റവും മ്യൂസിക്കും നമ്മൾ ആകൃഷ്ടരാകും, അതിലേക്ക് പോകാൻ നമ്മൾ പ്രചോദിതരാകും. പക്ഷെ ആക്ച്വലി എന്താണ്, നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കാൻ പറ്റുന്ന, ബ്രെയിനെ കബളിപ്പിക്കാൻ പറ്റുന്ന, ന്യൂറോൺസിനെ കബളിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഹാപ്പി ഹോർമോൺസുകൾ അടങ്ങണ ഒരു ഭാഗമൊക്കെ നമ്മുടെ ശരീരത്തെത്തി 48 hours അത് ഹാപ്പിനെസ് നമുക്ക് തന്നു. 48 hours നമ്മൾ കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ആകെ അങ്ങോട്ട് വയലന്റ് ആയി. നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം. ഇപ്പൊ ചൂരനാട് ഇല്ലെങ്കിൽ ഇവിടുത്തെ SI-മാരൊക്കെ യൂണിഫോം ഉണ്ട്, കഴിവുണ്ട്, എല്ലാവരും ഉണ്ട്, അംഗബലം ഒക്കെ ഉണ്ട്, തോക്ക് വരെയും കയ്യിലുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഫയറിംഗ് ലൈസൻസ് ഉള്ള സബ് ഇൻസ്പെക്ടർമാരാ എല്ലാവരും, ഞാനടങ്ങുന്നത്. പക്ഷേ ചില ആളുകളെ ടൗണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല, കൊല്ലടാന്നൊക്കെ പറയും, ബട്ടൺസ് ഒക്കെ വലിച്ചു പൊട്ടിക്കും. അണ്ട് സെല്ല് കയറുമ്പോൾ തന്നെ പറയും, സാറേ പ്ലീസ് ഒന്ന് തരുമോ, ഒറ്റ തരുമോ പ്ലീസ് സാറേ. അപ്പൊ ഞങ്ങൾ തരാൻ തരാന്നൊക്കെ പറഞ്ഞു അടക്കി വെക്കും. കുറച്ച് കഴിഞ്ഞാൽ പറയും, സാറേ